തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഹൃദയം നേവിയുടെ ഡോർണിയർ എയർക്രാഫ്റ്റിൽ കൊച്ചിയിലെത്തിച്ചത്. തൃശൂർ കാളത്തോട് സ്വദേശിയായ സന്ധ്യയ്ക്കാണ് വിശാലിന്റെ ഹൃദയം മാറ്റിവെക്കുന്നത്. രാവിലെ 9:30 മെഡിക്കൽ കോളേജിലെത്തിയ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ശസ്ത്രക്രിയയ്ക്ക് ശേഷം 12 മണിയോടെ ഹൃദയവുമായി എറണാകുളത്തേക്ക് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 1 മണിയോടെ കൊച്ചി നേവൽ ബേസിലെത്തിച്ച ഹൃദയം ഉടൻ തന്നെ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ജോസ് ചാക്കോ, ജേക്കബ് എബ്രഹാം, ജോ ജോസഫ്, മനോരസ് മാത്യു എന്നിവരുൾപ്പെടുന്ന വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത്. വളരെ മേജറായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അതിനായുള്ള കുറേയേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആൾ പറഞ്ഞു തരികയും എന്നിരുന്നാൽ കൂടി ആളിലുള്ള വിശ്വാസം അത് മാത്രമാണ് എനിക്കിപ്പോൾ ആകെയായിട്ടുള്ളൊരു പിൻബലം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ MP പി രാജുവിന്റെയും ഇടപെടലിനെ തുടർന്നാണ് ഹൃദയം എയർക്രാഫ്റ്റിൽ നേവൽ ബേസിലെത്തിച്ചത്. വിശാലിന്റെ കരൾ തിരുവനന്തപുരം കിംസിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കും വൃക്കകൾ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും ദാനം ചെയ്തു. രാത്രി 9:30 ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്ധ്യയുടെ ബന്ധുക്കളും ഏറെ പ്രതീക്ഷയിലാണ്. തിരുവനന്തപുരത്തു നിന്നും സഫീറ മഠത്തിലകത്തിനും ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനുമൊപ്പം ആരതി കൃഷ്ണ, മീഡിയ 1 കൊച്ചി.